നമസ്കാരം. ഡ്രീം ഡ്രൈവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അതിഥിയായി കിട്ടിയിരിക്കുന്നത് യുവാക്കൾക്കിടയിൽ തന്നെ ട്രെൻഡായി മാറിയിട്ടുള്ള ഒരു ബൈക്കിനെയാണ്. അതായത് റോയൽ എൻഫീൽഡിന്റെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള ക്രൂയിസർ ബൈക്ക് മീറ്റിയോർ 350. ഈ ഒരു വാഹനത്തിന്റെ ട്രെൻഡിങ് എന്ന് പറഞ്ഞല്ലോ, ശരിക്കും ഇത് ട്രെൻഡിങ് തന്നെയാണ്. കാര്യം എല്ലാവരും ആഗ്രഹിച്ചിരുന്ന കുറേ മാറ്റങ്ങൾ ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് എൻഫീൽഡ് പുതിയൊരു ഡിസൈനിലാണ് ഈ ഒരു വാഹനത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൂടാതെ എൻഫീൽഡ് ബൈക്സിലൊക്കെ നമുക്ക് എപ്പോഴും കുറ്റം പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വൈബ്രേഷൻ്റെ കാര്യമായിരുന്നു. ആ ഒരു വൈബ്രേഷൻ ഈ ഒരു വാഹനത്തിലേക്ക് വന്നപ്പോഴത്തേക്കും ഒരു 75% കുറച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അത് ഞാൻ കുറച്ച് ദൂരം ഒന്ന് റൈഡ് ചെയ്തിരുന്നു. റൈഡ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ നല്ലൊരു റൈഡിങ് കംഫർട്ടാണ്. ആ ഒരു ടേണിങ് എടുക്കുന്ന കാര്യത്തിലൊക്കെ കൂടിയാണെങ്കിൽ എല്ലാം ഓവറോൾ ഈ ഒരു വാഹനം കിടുവാണ്. കൂടാതെ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം എല്ലാ വാഹനങ്ങളും മോഡിഫിക്കേഷനൊക്കെ കുറച്ച് പ്രോബ്ലം ആയിട്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പം എൻഫീൽഡ് തന്നെ ഈ ഒരു വാഹനത്തിൽ നമ്മൾ ഈ വാഹനം വാങ്ങുന്ന ആളുകൾക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ആക്സസറീസ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിനൊരു ആപ്ലിക്കേഷനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. മീറ്റിയോർ 350 ശരിക്കും ഗ്ലോബലി ലോഞ്ച് ആയിട്ടുള്ളൊരു വെഹിക്കിളാണ്. അതുകൂടാതെ ഈ റോയൽ എൻഫീൽഡ് കമ്പനി ഈ ബൈക്കിനെ പറയുന്ന പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ക്രൂയിസർ എന്നാണ്. അതായത് പെട്ടെന്ന് നോക്കിയാൽ നമുക്കറിയാം പെട്ടെന്നൊരു ക്രൂയിസർ ബൈക്കിൻ്റെ അതേ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഈ ഒരു ബൈക്കിലും വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മീറ്റിയോർ എന്നുള്ളത് ശരിക്കും എൻഫീൽഡിൽ തന്നെ US 1952 ഉണ്ടായിരുന്ന ഒരു വാഹനത്തിൻ്റെ പേരാണ് മീറ്റിയോർ എന്നുള്ളത്. അത് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നപ്പോഴത്തേക്കും ഫസ്റ്റ് 90s വന്നത്. 90s വന്നപ്പോഴത്തേക്കും അത് ലൈറ്റനിങ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലായിരുന്നു. അത് 500ഉം 350 ഉണ്ടായിരുന്നു. ഒരു 2000-ന് ശേഷം നമുക്കറിയാം എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ എൻഫീൽഡിൻ്റെ തണ്ടർബേർഡ് വന്നു. തണ്ടർബേർഡ് 500ഉം 350യും വിപണിയിൽ നല്ല ക്ലിക്കായിട്ടുള്ളൊരു ബൈക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഒരു ഷേപ്പ് എന്ന് വേണേൽ പറയാം. അതിൻ്റെ അകത്തുനിന്ന് കുറേ ഭാഗങ്ങൾ ഒരു ചേഞ്ച് വരുത്തിക്കൊണ്ടാണ് ഈ ഒരു പുതിയ മോഡലിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ 2020 വന്നപ്പോഴത്തേക്കും ഈ ഒരു പുതിയ മോഡൽ, അതായത് 52 ഉണ്ടായിരുന്ന അതേ പേര് തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. എൻഫീൽഡ് ഈ ഒരു പുതിയ മോഡലിലേക്ക് വന്നപ്പോഴത്തേക്കും 3 വേരിയൻസിലാണ് കസ്റ്റമേഴ്സിന് നൽകിയിട്ടുള്ളത്. അതായത് ഏറ്റവും പുതിയ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ നോവ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. അത് ഈ ഒരു മോഡൽ. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ സ്റ്റെല്ലാർ എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ. പിന്നെ അതിൻ്റെ ഏറ്റവും ബേസ് മോഡൽ എന്ന് പറയുന്നത് ഫയർബോൾ എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ. അപ്പം 3 മോഡൽസാണ് ഉള്ളത്. അപ്പം ഈ ഒരു സൂപ്പർ നോവയിലേക്ക് വരുമ്പോഴത്തേക്ക് അറിയാം ഈ ഒരു വിൻഷീൽഡ് അതുപോലെ തന്നെ കുറച്ച് ക്രോമിൻ്റെ ഫിനിഷൊക്കെ അധികം കൊണ്ടുവന്നിട്ട് ഈ ഒരു ഹാൻഡിൽ ബാറിലും പിന്നെ ഈ ഒരു ഗ്ലാസ്സിലും എല്ലാം കുറച്ച് ക്രോം ഫിനിഷും പിന്നെ ആ ഒരു ബാക്ക് സപ്പോർട്ടും അതുപോലെ മെഷീൻ കട്ട് അലോയ് വീൽസൊക്കെ ഈ ഒരു ടോപ്പ് മോഡലിലേക്ക് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം സ്റ്റെല്ലാറിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു കുറച്ച് ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു വിൻഷീൽഡൊന്നും വരുന്നില്ല. ഫയർബോളിൽ വരുമ്പോഴത്തേക്കും വിൻഷീൽഡൊന്നും വരുന്നില്ല. ചെറിയ ചെറിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ ആദ്യം തന്നെ പറയും, ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഇത് ലോഞ്ച് ചെയ്യുന്നു എന്ന് കേട്ടപ്പോഴത്തേക്കും ആദ്യം ഞാൻ ഓർത്തു ഓവർ പ്രൈസ്ഡ് ആവാൻ സാധ്യത എന്ന് ഓർത്തു. പക്ഷേ ഇത് നമുക്ക് വാങ്ങാൻ പറ്റുന്ന വിലയ്ക്കുള്ളൊരു ബൈക്ക് തന്നെയാണ്. കാര്യം ഈ ഒരു സൂപ്പർ നോവ വരുമ്പോഴത്തേക്കും 2,24,000 ഓൺ റോഡ് പ്രൈസ്. കൂടാതെ സ്റ്റെല്ലാറിലേക്ക് വരുമ്പോഴത്തേക്കും 2,13,000 പ്രൈസ്. പിന്നെ ഫയർബോളിലേക്ക് വരുമ്പോഴത്തേക്കും 2,07,000 സംതിങ് ആണ് ആ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മുൻവശം ഒന്ന് ശ്രദ്ധിക്കാം. നല്ല വൈഡായിട്ടുള്ളൊരു വിൻഷീൽഡ് നൽകിയിട്ടുണ്ട്. വിൻഷീൽഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു വിൻഷീൽഡാണ്. ഇത് ശരിക്കും ഈ ഒരു ടോപ്പ് മോഡലിലേക്ക് വരുമ്പോഴത്തേക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു വിൻഷീൽഡ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെസ്റ്റിലേക്ക് കാറ്റടിക്കാതെ അത് ഒഴിവാക്കി വിടാൻ വേണ്ടിയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉപയോഗം വരുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് താഴത്തേക്ക് വരുമ്പോഴത്തേക്കും ലൈറ്റ്സ് വരുന്നുണ്ട്. ഹാലജൻ ലൈറ്റ്സ് ആണ്. അതിൻ്റെ ചുറ്റും ഒരു റൗണ്ട് ഷേപ്പിൽ DRLs കാണാം. അത് നല്ല രസമാണ് ഈ ഓൺ ആക്കുന്ന സമയത്ത്. ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി കൂടെ ഒന്ന് കാണിച്ചു തരാം. DRL ഉണ്ട്. ജസ്റ്റ് ഇവിടെ ഒരു ഫുൾ റൗണ്ട് അല്ല, ഇവിടെ നോക്കിയാൽ ചെറിയൊരു കട്ടിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻറ്ററിലായിട്ട് എൻഫീൽഡിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. സാധാരണ ഇങ്ങനെ ഈ എൻഫീൽഡിൻ്റെ വാഹനങ്ങളൊന്നും ഇല്ലായിരുന്നു. ആ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ ഒരു പ്രീമിയം
ഒരു ഫീൽ നൽകാൻ വേണ്ടിയൊക്കെ ബെറ്റർ ആക്കി കൊടുത്തുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും 41 mm ഉള്ള ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു സസ്പെൻഷനാണിത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പ് മോഡലിലേക്ക് വരുമ്പോഴത്തേക്കും മെഷീൻ കട്ട് അലോയ് വീൽസ് ആണ് നൽകിയിട്ടുള്ളത്. അത് വൈ ഷേപ്ഡ് ആണ് നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയാണ് അത് കാണാൻ വേണ്ടി തന്നെയുള്ളത്. കാര്യം ഇതിൻ്റെ ടോപ്പ് മോഡലിൽ മാത്രമാണ് അലോയ് വീൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് നമുക്ക് ഇതിനെ ഒരു എക്സ്ട്രാ നമുക്ക് പിന്നീട് വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രാ ഒന്ന് റീഫിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നും വരുന്നില്ല. ഇൻബിൽട്ടായിട്ട് തന്നെ നല്ലൊരു അലോയ് വീൽസ് നൽകിയിട്ടുണ്ട്. പിന്നെ ടയർ പ്രൊഫൈൽ എന്ന് പറയുമ്പോഴത്തേക്കും വിട്ട് എന്ന് പറയുന്നത് ഫ്രണ്ടിൽ 100-100ഉം റേർ സൈഡിലേക്ക് 140 ആണ് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം വീതിയുള്ള ടയേഴ്സൊക്കെയാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേക്കും പ്രധാന മാറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ ഷാസിയിലാണ്. ഷാസി എന്ന് പറയുന്നത് ട്വിൻ ഡബിൾ ട്യൂബ് ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു ഷാസിയാണ്. ആ ഷാസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ആയിട്ടാണ് പോയേക്കുന്നത്. അതുകൊണ്ട് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സ്റ്റെബിലൈസേഷനും അതുപോലെ തന്നെ റൈഡിങ് കംഫർട്ടിനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഷാസി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ എൻജിൻ, പുതിയൊരു എൻജിനെയാണ് എൻഫീൽഡ് ഈ ഒരു വാഹനത്തിന് വേണ്ടി റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അതായത് എയർ ആൻഡ് ഓയിൽ കൂൾഡ് ആയിട്ടുള്ള 4 സ്റ്റോക്ക് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. അതിൻ്റെ പവർ എന്ന് പറയുന്നത് 350 cc ഏകദേശം 20.2 bhp 27 Nm ടോർക്ക് നൽകുന്നൊരു പവർഫുൾ എഞ്ചിൻ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ മൈലേജിൻ്റെ കാര്യത്തിലാണെങ്കിലും അത്യാവശ്യം നല്ലൊരു 40 ഒരു ആവറേജിൽ മൈലേജ് കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ഒരു വാഹനം വെച്ചിട്ട് മൈലേജ് നോക്കാൻ പറ്റത്തില്ല, കാര്യം ഇത് ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിളാണ്. അപ്പോൾ എല്ലാവരും പല ഒരു ആക്സിലേഷനിലാണ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഒരു ആവറേജ് എടുത്തപ്പോഴത്തേക്ക് കിട്ടിയെന്ന് വെച്ചാൽ 40 ആണ്. പിന്നെ ഈ എഞ്ചിനുള്ള ഒരു പ്രധാന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, വൈബ്രേഷനിലുള്ള കുറവ്. അതായത് ഒരു 75% ഈ ഒരു വാഹനത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് എൻഫീൽഡ് വൈബ്രേഷൻ കുറച്ചിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിന് ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഞ്ചിൻ്റെ ഓവർഹെഡ് ക്യാം ഷാഫ്റ്റും അതുപോലെ കൗണ്ടർ ബാലൻസ് ഷാഫ്റ്റും ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു പുതിയൊരു ഡിസൈനിലാണ് ഈ ഒരു വാഹനത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു വൈബ്രേഷൻ്റെ കുറവ് നമുക്ക് ഈ ഒരു റൈഡ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ കൂടാതെ ഈ വാഹനത്തിലുള്ള ഒരു പ്രധാന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, സാധാരണ നമ്മുടെ എൻഫീൽഡിൻ്റെ ഇൻ്റർസെപ്റ്ററിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയർ ബ്രേക്ക് വരുന്നത് 250 mm ആയിരുന്നു. ഈ ഒരു ക്രൂയിസർ സെമി ക്രൂയിസർ ബൈക്കിലേക്ക് വന്നപ്പോഴത്തേക്കും അത് 270 mm ആക്കിക്കൊണ്ട് കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു ബ്രേക്കിംഗ് എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. കൂടാതെ നമുക്കറിയാം ഈ ഒരു നമ്മുടെ എൻഫീൽഡിലെ വാഹനങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ റൈറ്റ് സൈഡിലാണ് ആ ഒരു ചെയിൻ ഡ്രൈവിൻ്റെ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അത് ഇത്തവണ ലെഫ്റ്റ് സൈഡിലേക്കായിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, എനിക്ക് ഈ വാഹനത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൗണ്ട്, ഇതിൻ്റെ തബ്. ശരിക്കും ഞാൻ പ്രതീക്ഷിച്ചതിലും നല്ലൊരു സൗണ്ടാണ് എനിക്ക് കേൾക്കാൻ സാധിച്ചത്. നമ്മളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നല്ലോ ഈ ഒരു വാഹനത്തിൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കും അങ്ങനെ ഇരിക്കും. പക്ഷേ ഇതങ്ങ് ഓണാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടായി. ആ ഒരു നല്ല സൗണ്ട് നൽകിക്കൊണ്ടാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ റിയർ സൈഡ് എടുക്കുമ്പോഴത്തേക്കും അറിയാം, ഈ ഒരു സീറ്റിൻ്റെ ബാക്കിലായിട്ട് റോയൽ എൻഫീൽഡ് ഒരു ബാഡ്ജിങ് ഒക്കെ ഒരു പ്രീമിയം ആക്കാൻ വേണ്ടി ഇവർ പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു സീറ്റിങ്ങിൻ്റെ ആ ഒരു ബോൾട്ടിംഗ് ഒക്കെ വളരെ സ്ട്രോങ് ആണ്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഐഡൻറ്റിറ്റി നൽകാൻ വേണ്ടി ടെയിൽ ലാമ്പിൽ ഒരു ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു LED ആയിട്ടുള്ള ഒരു റൗണ്ടഡ് ഒരു ടെയിൽ ലാമ്പാണ് നൽകിയിട്ടുള്ളത്. നല്ല രസമാണ് റൈഡ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കൊക്കെ അത് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ വേണ്ടി. കൂടാതെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു സെയിം ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. പിന്നെ നമുക്ക് തണ്ടർബേഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു കാര്യം, ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തണ്ടർബേഡൊക്കെ ഉപയോഗിക്കുന്നവർ പൊതുവെ പറഞ്ഞു വന്നിരുന്ന ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു മഡ്ഗാഡിയിൽ നിന്ന് റൈഡ് ചെയ്യുന്ന സമയത്ത് ചെളി അടിച്ച് ഈ ബാക്കിൽ ഇരിക്കുന്ന ആളുകളുടെ പുറകുവശത്തേക്ക് തെറിച്ച് വീഴുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ഒരു പുതിയ മോഡലിൽ വന്നിട്ടുള്ളത്. പിന്നെ നമുക്കിനി ഇതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. സീറ്റ് വരുമ്പോഴത്തേക്കും 2 പേർക്ക് കംഫർട്ടബിളായിട്ട് ഇരുന്ന് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈനും കാര്യങ്ങളുമാണ്. ഇരിക്കാനും നല്ല കംഫർട്ടബിളാണ്. കാര്യം ഞാൻ റിയർ സൈഡിലാണെങ്കിൽ കൂടി ഇരുന്ന് നോക്കി, പെട്ടെന്ന് കാണുമ്പോൾ സ്പേസ് കുറവാണ് എന്ന് തോന്നുമെങ്കിലും നമുക്ക് ഇരിക്കാൻ നല്ല സുഖമാണ്, നല്ല യാത്ര ഫീൽ ചെയ്യുന്നുമുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത്
765 ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് പറയുന്നത് 172 ആണ്. അപ്പം നമുക്ക് നമ്മുടെ ക്ലാസിക് 350 കമ്പയർ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ചെറുതാണ്. പക്ഷേ നമുക്ക് റൈഡ് ചെയ്യുന്ന പൊസിഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഫ്രണ്ടിലേക്ക് കാലങ്ങ് നീട്ടി വെച്ചിട്ട് ഫോർവേഡായിട്ട് നീട്ടി വെച്ചിട്ട് ഇരുന്ന് സൗകര്യപ്രദമായിട്ട്, അതായത് ഒരു ക്രൂയിസർ ബൈക്കിലിരിക്കുന്ന അതേ ഫീലിൽ തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവ് പൊസിഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസിക്കിലിരിക്കുന്ന ഒരു ഫീലല്ല, കുറച്ചുകൂടി ഒരു പ്രീമിയം ബൈക്കിലിരിക്കുന്ന ആ ഒരു ഫീൽ തന്നെ ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നുമുണ്ട്. വാഹനത്തിൽ എൻഫീൽഡ് സേഫ്റ്റിയുടെ കാര്യത്തിലും നല്ല രീതിയിൽ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. കാര്യം ഇതിൽ റോൾ ഓവർ സെൻസർ, പിന്നെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ, ട്യൂബ്ലെസ് സ്റ്റെയേഴ്സ്, ഹസാർഡ് ബട്ടൺ, അങ്ങനെയുള്ള സേഫ്റ്റിയുടെ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ മുൻവശം ശ്രദ്ധിക്കുമ്പോഴത്തേക്കും അറിയാം, ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 50 ലിറ്റേഴ്സ് ആണ്. 5 ലിറ്റർ റിസർവിൽ കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഓപ്പണിംഗ് എല്ലാം ഇവിടെ തന്നെയാണ് കോമൺ. നമ്മുടെ ആ ഒരു തണ്ടർബേഡി കണ്ടിരുന്ന ആ ഒരു മോഡൽ തന്നെയാണ്. ചെറിയ ഡിസൈനിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഡിസൈനിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കുമാണ്, നമുക്ക് സാധാരണ എൻഫീൽഡിൻ്റെ ഒരു ബാഡ്ജിങ് കാര്യങ്ങളും അറിയാമല്ലോ. ചിലപ്പോൾ ഇവിടെ സ്റ്റിക്കർ ആയിരിക്കും, ചില ചെറിയ ബാഡ്ജിങ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറ്റി പുതിയൊരു ഡിസൈൻ, പുതിയൊരു ബാഡ്ജിലാണ് ഈ ഒരു വാഹനത്തിൽ എൻഫീൽഡിൻ്റെ ആ ഒരു ലോഗോ പ്ലേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹാൻഡ്ലിംഗ് ആണ്. അത് ഹാൻഡിൽ ബാർ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും അറിയാം, നല്ല വൈഡ് ആയിട്ടുള്ള ഹാൻഡിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ സ്വിച്ചസിലുള്ള ചേഞ്ചസ് ഈ ഒരു വാഹനത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അതായത് റോട്ടറി സ്വിച്ചസ് ആണ് നൽകിയിട്ടുള്ളത്. സാധാരണ കണ്ടുവരുന്ന ആ ഒരു ഡിസൈൻ ടൈപ്പുള്ള സ്വിച്ചസ് അല്ല, രണ്ട് വശത്തും ലെഫ്റ്റിലും റൈറ്റിലും റോട്ടറി സ്വിച്ചസ് നൽകിയിട്ടുണ്ട്. അതായത് ഇഗ്നിഷൻ ഓൺ ആകുന്ന സമയത്തും ഓഫ് ആക്കുന്ന സമയത്തും പിന്നെ ലൈറ്റ് പാസ് ടൈമിനുള്ള ആ ഒരു സ്വിച്ചും എല്ലാം ഒരു റൗണ്ടഡ് ഷേപ്പിലാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഹസാർഡ് ബട്ടൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഭാഗത്ത് ഹോൺ ഇൻഡിക്കേറ്റർ എല്ലാം ഉണ്ട്. കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ക്ലസ്റ്റർ ഒന്ന് നോക്കാം. ക്ലസ്റ്റർ വരുമ്പോഴത്തേക്കും കീ ഒന്ന് റൈറ്റിലേക്ക് ഓണാക്കി, നല്ല രസമാണ് ഓണായിട്ടൊക്കെ വരുന്നത് കാണാൻ വേണ്ടിയുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ എൻഫീൽഡിൻ്റെ ബൈക്സൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു ഭാഗത്തായിരുന്നു നമുക്ക് വണ്ടി ലോക്ക് ചെയ്ത് വെച്ചിട്ട് പോകുന്നത് സാധാരണ. അപ്പോൾ അത് മാറിയിട്ട് ഇത്തവണ നമുക്ക് ഈ ഒരു കീയിൽ തന്നെ ലെഫ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് സാധാരണ ബൈക്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ലോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഓണാക്കിയിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ റോട്ടറി സ്വിച്ചും കാര്യങ്ങളും. അതെങ്ങനെ ഓണാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പം മിഷൻ ഓഫാണ്. ഒന്ന് ലെഫ്റ്റിലേക്ക് ആക്കി, ചെറിയൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ആ സൗണ്ട് കേട്ട് കഴിഞ്ഞിട്ട് ക്ലച്ച് പിടിച്ച് ലെഫ്റ്റിലേക്ക് ഒന്നാക്കി കഴിഞ്ഞാൽ ഓണായി. ഓഫ് ചെയ്യുന്നതും ഇതുപോലെ റൈറ്റിലേക്ക് ഒന്നാക്കിയാൽ മതി. ക്ലസ്റ്റർ എന്ന് പറയുന്നത് ഡിജിറ്റലും അനലോഗും ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം, തണ്ടർബേഡിലാണ് ഈ ഒരു മോഡൽ വന്നിട്ടുണ്ടായിരുന്നത്. അത് ഈ ഒരു ബൈക്കിലേക്കും വന്നിട്ടുണ്ട്. ക്ലാസിക്കിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു, എത്ര ഫ്യൂൽ ഉണ്ട് എന്നറിയാൻ വേണ്ടിയുള്ളത്. പിന്നെ ഇതിൽ തന്നെ ട്രിപ്പ് 1, ട്രിപ്പ് 2 ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ട്രിപ്പ് 1, ട്രിപ്പ് 2ൻ്റെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ത്രൂ തന്നെ റൈഡിൻ്റെ ഇടയിൽ തന്നെ നമുക്കിതിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് പുതിയ ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്ന അറേഞ്ച്മെൻറ്റ്സ്. പിന്നെ സമയം, ആവറേജ് ഫ്യൂല് കാര്യങ്ങളെല്ലാം ബാക്കി കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിലേക്ക് വന്നപ്പോഴത്തേക്കുമുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഈ ഒരു ഭാഗം കണ്ടോ, ഇത് നമുക്ക് ടേൺ ബൈ ടേൺ നാവിഗേഷൻ അറിയാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അതായത് എൻഫീൽഡിൽ തന്നെ ഒരു ആപ്ലിക്കേഷനുണ്ട്. അത് നമ്മൾ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓപ്ഷൻ യൂസ്ഫുൾ ആക്കാം. അതായത് നൈറ്റിലാണെങ്കിൽ കൂടെ നമുക്ക് കറക്റ്റ് GPS, അതായത് നമ്മൾ പോകുന്ന വഴി കറക്റ്റ് ടേൺ ബൈ ടേൺ കറക്റ്റ് റൂട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് വളരെ യൂസ്ഫുൾ ആണ്. കാര്യം നമ്മൾ എക്സ്ട്രാ അല്ലെങ്കിൽ നമ്മളൊരു ഫിറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ മൊബൈൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും നാളൊക്കെ ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എൻഫീൽഡ് നല്ല ഏത് ബൈക്സിലാണെങ്കിൽ കൂടെ. പിന്നെ ഇതിൽ തന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ചാർജിങ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു ക്യാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടി. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് മൊബൈലിലൊരു കോഡ് വെയർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ ചാർജിങ്ങിനുള്ള ഓപ്ഷനും നൽകിയിട്ടുണ്ട്. അപ്പം ഓവറോൾ ഈ ഒരു ഭാഗത്ത് ഇത്രയൊക്കെ ഫീച്ചേഴ്സാണ് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമുക്ക് ഈ ഒരു വാഹനത്തെ നമുക്കിഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമെന്ന്. അതായത് കളറാണെങ്കിൽ കൂടെ ഡിസൈൻ, ഈ മിറേഴ്സ് മാറാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു
ക്രാഷ് ഗാർഡ് മാറാം, പിന്നെ സൈലൻസർ മാറാം, അങ്ങനെ ഒരുപാട് സീറ്റ്സ് മാറാം. അപ്പോൾ നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഒന്ന് നമ്മുടെ ഫോൺ ത്രൂ ചെയ്യാൻ പറ്റും, പിന്നെ എൻഫീൽഡിൽ സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ വെബ്സൈറ്റ്, അങ്ങനെ 3 രീതിയിലാണ് നമുക്ക് ഈ ഒരു കസ്റ്റമൈസേഷൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നമ്മുടെ ഹെറിറ്റേജ് മോട്ടോഴ്സ് കൊടുങ്ങല്ലൂരിൻ്റെ റൈറ്റ് ചാമ്പ് ഗണേഷ് ഉണ്ട്, അദ്ദേഹത്തോട് ചോദിച്ചിട്ടൊന്നറിയാം. ഹായ് ഗണേഷ്. എനിക്കിപ്പോൾ ഇതിൻ്റെ കസ്റ്റമൈസേഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എൻഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാമോ, എങ്ങനെയാണത്? അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഷോറൂമിൽ വരുന്ന നിങ്ങൾക്ക് യൂസർ എക്സ്പീരിയൻസ് ടോട്ടലി ചേഞ്ച് ചെയ്യാനായിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ടാബ് തന്നെ കൊടുത്തിരിക്കുകയാണ്, പ്രത്യേകിച്ച് ഈ മോട്ടോർ സൈക്കിളുടെ കാര്യത്തിനായിട്ടും. അപ്പോൾ യൂസർ എക്സ്പീരിയൻസ് എങ്ങനെ വർദ്ധിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാബിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഈ മോട്ടോർ സൈക്കിളുടെ 3D രൂപമാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാം. നിങ്ങളുടെ നോർമൽ റോയൽ എൻഫീൽഡിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മേക്ക് ഇറ്റ് യുവർ സെൽഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ആ ഓപ്ഷനിൽ നിങ്ങൾക്ക് മീറ്റിയോർ മോട്ടോർ സൈക്കിൾ പല രീതിയിലും നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് അല്ലെങ്കിൽ പേഴ്സണൽ ടച്ച് കൊടുക്കാവുന്ന രീതിയിൽ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാവുന്നതാണ്. വേറൊരു മാനുഫാക്ചറും കൊടുക്കാത്തൊരു ഫെസിലിറ്റി ആയിട്ടാണ്. അതെ, വേറൊരു 2 വീലർ മാനുഫാക്ചറും ഇതുപോലത്തെ ഒരു ഫെസിലിറ്റി എന്ന് വെച്ചാൽ കസ്റ്റമറിന് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി കൊടുത്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ എന്തൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം നിങ്ങളുടെ മുന്നിൽ. അപ്പൊ ഇതിപ്പോ ടാബിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നാലും ഞങ്ങൾക്ക് ഇതിൽ വരണമെങ്കിൽ ഇതിപ്പോ ടോപ്പിന്റെ മോഡലാണ് ഇരിക്കുന്നത്. ഇപ്പൊ സൂപ്പർനോവ എന്നുള്ള മോഡലാണ് ഇരിക്കുന്നത്, അല്ല സൂപ്പർനോവ ബ്രൗൺ. കസ്റ്റമർ എന്തൊക്കെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ആയിട്ട് നമുക്ക് എല്ലാവരും ഏറ്റവും ഫേവറേറ്റ് എക്സോസ്റ്റ് തന്നെ തുടങ്ങാം. എക്സോസ്റ്റ് നിങ്ങൾക്ക് ഒരു 8 ടൈപ്സ് എങ്കിലും എക്സോസ്റ്റ് വരുന്നുണ്ട്. 8 ടൈപ്പ് എക്സോസ്റ്റ് പൈപ്പ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, കസ്റ്റം ചെയ്യാൻ പറ്റും. പിന്നെ കംഫോർട്ടിന് വേണ്ടിയിട്ട് സീറ്റ് നിങ്ങൾക്ക് 2-3 ടൈപ്സ് വരുന്നുണ്ട്. ബക്കറ്റ് സീറ്റ് വരുന്നുണ്ട്. അതങ്ങ് ഭയങ്കര അട്രാക്റ്റീവ് ആണ്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ റോയൽ എൻഫീൽഡിന്റെ പഞ്ചിങ് ഒക്കെ ആയിട്ട് വരുന്നത് അതായത് ബാക്ക് സപ്പോർട്ടും കുറച്ചും കൂടി കംഫർട്ടബിൾ പ്രീമിയം തരുന്നുണ്ട്. അതെ, അപ്പൊ നിങ്ങൾക്ക് പേഴ്സണലി ആ ബ്രാൻഡിനോടുള്ള ഇഷ്ടവും അതിലൂടെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മിറേഴ്സ്, വിൻഡ്ഷീൽഡ്, ഇതിന്റെ കൂടെ തന്നെ ബാക്ക് റെസ്റ്റ് ഉണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്യാനും പറ്റും. ഇത്രയും പേഴ്സണലൈസേഷൻ ഉണ്ട്. ഫുഡ് റെസ്റ്റിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലേ? ഫുഡ് റെസ്റ്റ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഫുഡ് റെസ്റ്റ് ബാക്കും ഫ്രണ്ടും നിങ്ങൾക്ക് 2 ടൈപ്സിൽ വരുന്നുണ്ട്. വീതി കൂടിയ ഫുഡ് റെസ്റ്റ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി കംഫർട്ടബിൾ ആക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് കംഫർട്ടബിൾ ആക്കാവുന്നതാണ്. ക്രാഷ് ഗാർഡ്സും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സം ഗാർഡ്സും ഇതുപോലെ തന്നെ എല്ലാവരും A to Z നിങ്ങൾക്ക് നിങ്ങളുടെ ബൈക്ക് നിങ്ങളുടെ പേഴ്സണാലിറ്റി അനുസരിച്ചിട്ട് കസ്റ്റം ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ ഏറ്റവും ഇതിൽ നിങ്ങൾക്ക് കസ്റ്റം ചെയ്യാനുള്ള ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് മാനുഫാക്ചറാണ് കസ്റ്റം ചെയ്ത് തരുന്നത്. ഷോറൂമിൽ നിന്ന് വന്നിട്ട് പാർട്സ് ചേഞ്ച് ചെയ്ത് തരുന്ന ഒരു പരിപാടിയാണ്. നിങ്ങൾ ഇതിൽ ഓർഡർ ചെയ്യണ അനുസരിച്ചിട്ട് നിങ്ങളിപ്പോൾ ആ സീറ്റ് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ സീറ്റോട് കൂടിയുള്ള മോട്ടോർ സൈക്കിളാണ് നിങ്ങളുടെ മുന്നിൽ. അപ്പോൾ ഞാനിപ്പം ഷോറൂമിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ബൈക്കിൽ ഓരോ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ ഇതിന് സെലക്ട് ചെയ്തു, അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ കൺഫേം ആക്കി. അപ്പൊ വണ്ടി വരുന്നത് തന്നെ ആ ഒരു ഷേപ്പിലായിരിക്കും. അതെ, ഇപ്പൊ നിങ്ങൾ സീറ്റ് മാറ്റിയിട്ടുണ്ട്, എക്സോസ്റ്റ് മാറ്റിയിട്ടുണ്ട്, ഫുഡ് റെസ്റ്റ് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ എങ്ങനെയാണോ നിങ്ങൾ മാറ്റിയിട്ടുണ്ട് അതേപോലെയാണ് നിങ്ങളുടെ വണ്ടി ഇറങ്ങുന്നത്. അപ്പോൾ വണ്ടി എനിക്ക് ഇഷ്ടമുള്ള രീതി മോഡിഫൈ ചെയ്ത് കൊണ്ട് നടക്കാം. അതെ, അപ്പൊ ഏറ്റവും സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിച്ചാൽ നിങ്ങളൊരു മീറ്റിയോർ എടുത്തിട്ടുണ്ട്, ഞാനൊരു മീറ്റിയോർ എടുത്തിട്ടുണ്ട്. അത് കസ്റ്റമാണെങ്കിൽ നിങ്ങളുടെ മീറ്റിയോർ യൂണീക്ക് ആയിരിക്കും, എന്റെ മീറ്റിയോർ യൂണീക്ക് ആയിരിക്കും. പിന്നെ എന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്, എന്റെ പേരൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കസ്റ്റമൈസേഷൻ നിങ്ങളൊരു 8,000 റുപ്പീസിന്റെ മുകളിലേക്ക് നിങ്ങൾ പുഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലൈസ് ആയിട്ട് റോയൽ എൻഫീൽഡ് ഇവിടെ ബാഡ്ജ് കൊടുക്കുന്നു. അത് നിങ്ങളുടെ പേര് പതിച്ചിട്ടുള്ള ഒരു ബാഡ്ജ് ആയിരിക്കും. ആ ബാഡ്ജിനുള്ളിൽ നിങ്ങളുടെ പേര്, മാനുഫാക്ചറിന്റെ നെയിം, ഏത് മന്താണ് പ്രൊഡ്യൂസ് ചെയ്തത്, അതെല്ലാവരും അതിനുള്ളിൽ അറ്റാച്ച്ഡ് ആയി. എന്നെ ഈ ബാഡ്ജിൽ ഞാൻ എൻ്റെ പേര് അടിച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു ബാഡ്ജൊക്കെ റെഡിയാക്കി ആ ഒരു ഇതിൻ്റെ അകത്തൊരു രീതി ഒരു പിക്ചറൊക്കെ കണ്ടത് നല്ല രസമുണ്ട്. അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ്. അത് വല്ലാത്തൊരു യൂസർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു ഫീച്ചറാണ്. വേറൊരു ഐഡന്റിറ്റിക്ക് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. റോയൽ എൻഫീൽഡ് പലരും അവരുടെ ഒരു ഐഡന്റിറ്റി ആയിട്ട് കീപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു മോട്ടോർ സൈക്കിളാണ്. കമ്പനി അത്രയും യുണീക്ക് ആയിട്ട് അല്ലെങ്കിൽ അത്രയും ഡീപ്ലി നോക്കിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഫീച്ചർ കൊടുത്തേക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. കാര്യം പ്രതീക്ഷിക്കാത്ത ഒരു മൂവ്മെന്റ് ആയി പോയി. ആർക്കും കൊടുക്കാത്ത അല്ലെങ്കിൽ ആരും കൊടുക്കുന്നില്ലാത്ത ഒരു ഫീച്ചറും കൂടിയാണ്, സ്പെഷ്യാലിറ്റി ആയിട്ടാണ്. ഓൾറെഡി മോട്ടോർ സൈക്കിൾ അവർ വളരെ സ്പെഷ്യൽ ആയിട്ട് അവതരിപ്പിച്ചിട്ട് എന്റെ മുകളിൽ നിന്ന് ഒരു എന്താ പറയാ ഒരു എക്സ്ട്രാ ഫീച്ചർ എന്നുള്ള രീതിയിലാണ് കസ്റ്റം ഓപ്ഷൻസും കൂടി അവൈലബിൾ ആക്കി. ഞാൻ ഒരു ഡൗട്ട് കൂടി ചോദിച്ചോട്ടെ, ഇതിന്റെ സർവീസിന്റെ കാര്യങ്ങളോട് ഒന്ന് പറഞ്ഞുതരാം. സർവീസ് നമുക്ക് വരുന്നത് നോർമലി 500 കിലോമീറ്റേഴ്സിൽ തന്നെ ഫസ്റ്റ് സർവീസ് വരുന്നത്. പിന്നെ എല്ലാ 5,000 കിലോമീറ്റേഴ്സിലാണ് നോർമൽ സർവീസ് തന്നെ. ഓയിൽ ചേഞ്ച് 10,000 കിലോമീറ്റേഴ്സിലാണ്. 10,000 കിലോമീറ്റേഴ്സ് 1 വർഷം എന്നുള്ള രീതിയിലാണ് ഓയിൽ ചേഞ്ച് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് എന്റെ നോർമൽ സർവീസസ് വരുന്നത്. പിന്നെ സർവീസ് കോസ്റ്റുകളൊക്കെ വന്ന് തുടങ്ങും. ഓക്കെ, താങ്ക് യു. വാഹനം റൈഡ് ചെയ്തപ്പോഴത്തേക്കും ഉണ്ടായ ഒരു ഹാപ്പിനെസ് പേഴ്സണലി പറയട്ടെ, അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കാര്യം
എനിക്ക് മറ്റു എൻഫീൽഡിലെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഈ ഒരു ഹാപ്പിനെസ് കിട്ടിയിട്ടില്ല സീരിയസ്ലി. കാര്യം ഇതിൻ്റെ ഒരു ഹാൻഡിൽ വന്ന് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്തെ സ്ട്രെയിൻ നല്ല രീതിയിൽ കുറയ്ക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു ബാക്ക് നടുവിൻ്റെ ഭാഗത്തെ ഒരു നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു റൈഡിങ് പൊസിഷനും കംഫർട്ടും നൽകുന്നൊരു വാഹനമാണ്. കാര്യം ഇതിൻ്റെ വൈബ്രേഷൻ വളരെ കുറവാണ്. വൈബ്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എൻഫീൽഡിലെ വാഹനം കുറച്ചൊരു 70 മുകളിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും നല്ലൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ ഒരു വാഹനത്തിന് ഒരു 80+ പോകുമ്പോഴത്തേക്കും ആ ഒരു വൈബ്രേഷൻ്റെ കാര്യത്തിൽ ആണെങ്കിൽ കൂടെ വലിയ ശല്യമോ കാര്യങ്ങളൊന്നുമില്ല. വളരെ സുഖകരമായിട്ടുള്ള റൈഡ് കംഫർട്ടാണ്. കൂടാതെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേണിങ് നമുക്ക് ഈസി ആയിട്ട് ടേൺ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അതായത് സിറ്റി റൈഡിനാണെങ്കിലും ലോങ് റൈഡിനാണെങ്കിൽ കൂടെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വാഹനമാണിത്. അതുകൊണ്ട് പുതിയ ബൈക്സ് ഒക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു ബൈക്കും കൂടെ, ഈ ഒരു മീറ്റിയോർ 350 കൂടെ ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്യുക. ഉറപ്പായിട്ടും ടെസ്റ്റ് റൈഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ കറക്റ്റ് ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു മീറ്റിയോർ 350യുടെ വിശേഷങ്ങളൊക്കെ. അടുത്ത നമ്മുടെ പുതിയൊരു വാഹന വിശേഷവുമായി വരുന്നവരേക്കും ആതിര മുരളി സൈനിങ് ഔട്ട്.